ആദ്യ ദിവസം ചിക്കൻ ബിരിയാണി, രണ്ടാമത്തെ ദിവസം പായസമടക്കമുള്ള സദ്യ. ഈ അതിഥികൾ ആരാണെന്ന് നമ്മൾ അറിയണ്ടേ? ഈ പരിഗണന കിട്ടിയ പോലീസ് സ്റ്റേഷനിൽ ഈ പരിഗണന കിട്ടിയ അതിഥികൾ ആരാണെന്ന് അറിയണ്ടേ? സ്വന്തം സഹപാഠിയായ കൂടെ പഠിച്ച 15 വയസ്സുകാരനെ തല്ലിക്കൊന്ന, നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട്, അബദ്ധത്തിൽ സംഭവിച്ചതല്ല, നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് തല്ലുകയും പിന്നീട് തല്ലിയതിനെ കുറിച്ച് വർണ്ണിക്കുകയും ചെയ്ത് അതിൽ പിന്നെ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത 4 കൊലയാളികൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഫുഡാണ്. ഷഹബാസിന്റെ പിതാവ് പറഞ്ഞ പോലെ VIP പരിഗണന തന്നെയാണ്. കാരണം ഇതിൽ പ്രതിയാക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ പോലീസുകാരനാണെന്ന് പറയുന്നു. അങ്ങനെ സമൂഹത്തിൽ പിടിപാടും ബന്ധങ്ങളും ഉള്ളതുകൊണ്ട് SSLC എഴുതാൻ പറ്റുന്നു, പോലീസ് സംരക്ഷണയിൽ SSLC എഴുതാൻ പറ്റുന്നു, പരീക്ഷ എക്സാം എഴുതാൻ പറ്റുന്നു. എക്സാം എഴുതുന്ന സ്ഥലത്ത് പോലീസ് രാവിലെ തന്നെ വന്ന് സംരക്ഷണം ഒരുക്കുന്നു. എതിർത്ത ഇവനെ ഈ വിദ്യാർത്ഥികളെ SSLC എഴുതാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് എതിർത്ത വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ചും അടിച്ചും തല്ലിയും പോലീസ് മാറ്റി ഇവർക്ക് എക്സാം എഴുതാനുള്ള സുഖമായി എക്സാം എഴുതാനുള്ള സൗകര്യം ഒരുക്കുന്നു. ഇന്നിപ്പോ പുറത്തു വന്നാൽ ഇവരുടെ മെനു പോലും VIP പരിഗണനയാണ്. ഇന്നൊരു അച്ഛന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, എന്റെ മകൻ ഇന്ന് എന്നോട് ചോദിച്ചു, ഇതുപോലെ കോപ്പി അടിച്ച് എഴുതിയാൽ പോലും 1 വർഷം 2 വർഷമൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന സ്ഥലത്ത് എങ്ങനെയാണ് അച്ഛൻ ഒരു കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ സഹപാഠിയെ കൊന്നിട്ട് വരുന്നവർക്ക് SSLC എഴുതാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് എന്റെ മകൻ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ നീതി വ്യവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഇത്തരം നിയമങ്ങളെ പിന്നെ പരിഷ്കരിച്ചുകൊണ്ട് ഇതിൽ മാറ്റം വരുത്തേണ്ടതെന്നും ആ ടീച്ചർ പറഞ്ഞ കണക്ക് കടുത്ത ശിക്ഷകൾ തന്നെ ഈ വിദ്യാർത്ഥി കൊടുക്കണമെന്ന് പറയുന്നതിന്റെ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഇവർക്ക് ഈ VIP പരിഗണനയും VIP ഫുഡും